നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വാർത്താ പ്രഭാതത്തിലേക്ക് കടക്കുകയാണ്. എല്ലാ പ്രേക്ഷകരും ഓണാഘോഷമൊക്കെ കഴിഞ്ഞുള്ള ഒരു ക്ഷീണത്തിൽ തന്നെയായിരിക്കാം. എന്നാൽ ഇന്നും വീണ്ടും നിരവധി വാർത്തകളുള്ളൊരു ദിവസം തന്നെയാണ്. നമുക്കിന്ന് നോക്കാം ആദ്യത്തെ പ്രധാന തലക്കെട്ടുകൾ. ഇന്ത്യയുമായുള്ളത് പ്രത്യേക ബന്ധമെന്ന അമേരിക്കൻ പ്രസിഡന്റ്. മോദിയുമായി എന്നും സൗഹൃദത്തിലായിരിക്കുമെന്നും റഷ്യയുടെ എണ്ണ വാങ്ങുന്നത് തുടരുന്നതിൽ താൻ നിരാശനെന്നും ട്രംപ്. 50% തീരുവ തുടരുമെന്ന് US വാണിജ്യ സെക്രട്ടറി. സമ്മർദ്ദം ചെലുത്തിയുള്ള ചർച്ചകൾ അംഗീകരിക്കില്ലെന്ന് ഇന്ത്യ. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് കോൺഗ്രസ്. തല്ലിയ പോലീസുകാരൻ ശശിധരന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച്. സുജിത്തിനെ ഇന്ന് രമേശ് ചെന്നിത്തല സന്ദർശിക്കും. ഉത്തരേന്ത്യയിൽ മഴക്കെടുതി രൂക്ഷം. നേരിട്ടെത്തി വിലയിരുത്താൻ പ്രധാനമന്ത്രി. നാശനഷ്ടങ്ങൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയോഗിച്ച സംഘം. മഴയ്ക്ക് നേരിയ ശമനം. കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല. അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിൽ. പുതിയ ഡോക്ടറെ നിയമിക്കാൻ 4 വർഷം മുൻപ് അപേക്ഷ നൽകിയിട്ടും തീരുമാനമായില്ല. പ്രതിഷേധം കടുപ്പിക്കാൻ ആശുപത്രി വികസന സമിതി. അമൃത ന്യൂസ് സ്പെഷ്യൽ. US ഓപ്പണിൽ നൊവാക് ജ്യോക്കോവിച്ചിന് തകർത്ത കാർലോസ് അൽക്കാരസ് ഫൈനലിൽ. ജയം നേരിട്ടുള്ള സെറ്റുകൾക്ക്. ഫൈനലിൽ ഇറങ്ങുന്നത് 2ാം US ഓപ്പൺ കിരീടം ലക്ഷ്യമിട്ട്. സീസണിൽ അൽക്കാരസിന്റെ 3ാം ഗ്രാൻഡ് സ്ലാം ഫൈനൽ പ്രവേശം. കേരള ക്രിക്കറ്റ് ലീഗിൽ കലാശപ്പോരിന് കൊച്ചിയും കൊല്ലവും. നാളെ നടക്കുന്ന ഫൈനലിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കൊല്ലം സെയിലേഴ്സിനെ നേരിടും. ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ഇറ്റലിക്കും ഫ്രാൻസിനും ജയം. ഇനി വാർത്തകളിലേക്ക് വിശദമായി കടക്കുകയാണ്. ആദ്യമായി പോകുന്നത് കുന്നംകുളം പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്തിനെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് സന്ദർശിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ കഴിഞ്ഞ ദിവസം സുജിത്തിനെ സന്ദർശിച്ചിരുന്നു. ഇന്ന് 11 മണിക്ക് സുജിത്ത് മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഹരീഷ് ചേരുന്നുണ്ട്. ഹരീഷ്, വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുക തന്നെയാണ് കോൺഗ്രസ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ശ്രീകാർത്തിക, കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ പ്രതീകാത്മകമായ സമരങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് DIG ഓഫീസിലേക്ക് നടത്തിയിരുന്നു. അതിന്റെ ബാക്കി പത്രമായി ഇന്നും വരും ദിവസങ്ങളിലൊക്കെ പ്രതിഷേധം ഉണ്ടാകും എന്ന യൂത്ത് കോൺഗ്രസ് അറിയിച്ചിരുന്നു. ഈ വരുന്ന 10-ാം തീയതി ഇത്തരത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. ഈ ശശിധരൻ അടക്കം ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ വീടുകളിലേക്കടക്കം മാർച്ച് നടത്താൻ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഒരുങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം VD സതീശൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ സുജിത്തിനെ വീട്ടിലെത്തി സന്ദർശിച്ചിരുന്നു. സമാനമായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് സുജിത്തിനെ സന്ദർശിക്കും. ഇത്തരത്തിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ സുജിത്തിനെ സന്ദർശിക്കുകയും ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും അതാണ്. എത്രയും വേഗം ഈ പോലീസുകാരെ ഈ ഒരു സർവീസിൽ നിന്നും മാറ്റി നിർത്തി അവർക്ക് വേണ്ട ശിക്ഷാ നടപടികൾ നൽകിയില്ലെങ്കിൽ കോൺഗ്രസ് വലിയ പ്രതിഷേധത്തിന് ഇറങ്ങും. ഇവരാരും കാക്കിയിട്ട് പുറത്തിറങ്ങില്ല എന്നതടക്കമുള്ള വെല്ലുവിളികളാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. കോൺഗ്രസിന് ഒരു ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂടിന് പുറത്ത് വന്ന് പ്രവർത്തിക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറയുകയുണ്ടായി. ഇത്തരത്തിൽ മുതിർന്ന നേതാക്കളടക്കം ഈ ഒരു സംഭവം വലിയ രീതിയിൽ ഏറ്റെടുക്കുകയും പ്രതിഷേധം ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടത്. എന്തായാലും ഇന്ന് 11 മണിക്ക് സുജിത്ത് മാധ്യമങ്ങളെ കാണും. ഇതിൽ ഇനി വരുന്ന പ്രതിഷേധ പരിപാടികൾ എന്താണ്, അല്ലെങ്കിൽ തുടർന്ന നിയമ പോരാട്ടങ്ങൾ എത്തരത്തിലാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിയമപരമായി മുന്നോട്ട് പോകാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. കൂടെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും വലിയ രീതിയിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ വാർത്തയായിരിക്കുകയാണ്. ഇത് ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി, മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി തന്നെ ആ പോലീസുകാരെ എത്രയും പെട്ടെന്ന് സർവീസിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന ആവശ്യമാണ് പല കോണുകളിൽ നിന്ന് ഉയരുന്നത്. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് ഇവരെല്ലാം പറയുന്നത് എത്രയും പെട്ടെന്ന് അവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തണം, അവർക്ക് വേണ്ട ശിക്ഷ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. DIG അന്ന് പറഞ്ഞത് വകുപ്പ് തല നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ്. പക്ഷേ അത് പോരാ എന്നുള്ളൊരു കാര്യമാണ് യൂത്ത് കോൺഗ്രസും പറയുന്നത്. ഇവരുടെ ഇൻക്രിമെന്റ് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അവരെ സ്റ്റേഷനിൽ നിന്ന് മറ്റു സ്റ്റേഷനുകളിലേക്ക് സ്ഥലമാറ്റം ചെയ്യുകയോ
പോലെ അവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുക തന്നെ വേണം. അത്തരത്തിൽ ക്രൂരമായാണ് ഒരു പൊതുപ്രവർത്തകനെ ഇവർ മർദ്ദിച്ചത്. അതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ പോലീസിന്റെ നേതൃത്വത്തിൽ നിന്നും ഇത്തരത്തിൽ നടപടിയെടുക്കാൻ താമസം എന്താണ് എന്നുള്ളൊരു കാര്യം കൂടിയാണ് യൂത്ത് കോൺഗ്രസും ഇപ്പോൾ ചോദിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം വരും ദിവസങ്ങൾ ഉണ്ടാകുമെന്ന് അവർ അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം DIG ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് അതൊരു സൂചന മാത്രമായിരുന്നു. ഇനി വരും ദിവസങ്ങളിൽ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെ വീടുകളിലേക്ക് അടക്കം മാർച്ച് നടത്താൻ ഒരുങ്ങുകയാണ്. എന്തായാലും തൃശ്ശൂരിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം കനക്കുകയാണ്. ശരി ഹരീഷ്, ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇന്ന് 11 മണിക്ക് സുജിത്ത് ഏതായാലും മാധ്യമങ്ങളെ കാണും. ഇനി നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സുജിത്തിന്റെ തീരുമാനവും. ഹരീഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക് പോവുകയാണ്. ഉത്തരേന്ത്യയിൽ മഴക്കെടുതി തുടരുകയാണ്. ഇതുവരെ ജീവൻ നഷ്ടമായത് 500-ലധികം ആളുകൾക്കാണ്. സാഹചര്യം മനസ്സിലാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തബാധിത സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ജമ്മു കാശ്മീരിലും ഹിമാചൽ പ്രദേശിലും പഞ്ചാബിലും ജാഗ്രത തുടരുന്നു. വിശദാംശങ്ങളുമായി KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ വലിയ രീതിയിലുള്ള മഴക്കെടുതികളാണ് നമുക്ക് ഉത്തരേന്ത്യയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അവിടുത്തെ ആ ഒരു സാഹചര്യം എങ്ങനെയാണ്? പ്രധാനമന്ത്രി അടക്കം സന്ദർശിക്കാൻ എത്തുന്നുണ്ടല്ലോ. ഒക്കെ തന്നെയാണ് മഴക്കെടുതി രൂക്ഷമായി തുടരുന്നത്. ഒരു ഘട്ടത്തിൽ വലിയൊരു തരത്തിലുള്ള അപകടത്തിലേക്ക് തന്നെയാണ് പോയത്. പ്രത്യേകിച്ച് പലയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടാകുന്നു. ഒപ്പം തന്നെ റോഡ് ഗതാഗതം പൂർണ്ണമായും താറുമാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഏറ്റവും കൂടുതൽ ദുരിതം വിതച്ചത് ഹിമാചൽ പ്രദേശിൽ തന്നെയാണ്. 309 ജീവനുകളാണ് ഹിമാചൽ പ്രദേശിൽ മാത്രം പൊലിഞ്ഞത്. ഈ മൺസൂൺ കാലത്ത് മാത്രം പൊലിഞ്ഞത് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ കണക്ക്. പക്ഷെ അത് ഔദ്യോഗിക കണക്കായി തന്നെ സ്ഥിരീകരിക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. കാരണം നിരവധി ആളുകൾ ഇപ്പോഴും കാണാതെയായിട്ടുണ്ട്. 3900 കോടി രൂപയുടെ നഷ്ടം ഹിമാചൽ പ്രദേശിൽ മാത്രം ഉണ്ടായി എന്നാണ് കണക്കാക്കപ്പെടുന്നത്. പഞ്ചാബിലും സമാനമായ രീതിയിൽ തന്നെയാണ് വലിയ നാശനഷ്ടങ്ങൾ തന്നെയാണ്. 43 ജീവനുകളാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാത്രം നഷ്ടമായത്. ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ സംസ്ഥാനം സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ഒപ്പം തന്നെ കർഷകരോട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചോദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൃഷി മന്ത്രാലയം റിപ്പോർട്ട് നിലവിൽ പ്രധാനമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും അവിടെ സാമ്പത്തിക സഹായങ്ങൾ അടക്കം വിതരണം ചെയ്യുക. ഏതായാലും പ്രധാനമന്ത്രി സംസ്ഥാനങ്ങളിൽ ഈ ദുരന്തബാധിത മേഖലകൾ സന്ദർശിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഓരോ സംസ്ഥാനങ്ങളിലും വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ആ നാശനഷ്ടങ്ങൾ സംബന്ധിച്ച് കൃത്യമായ ഒരു പരിശോധന ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർ ഓരോ സംസ്ഥാനവും സന്ദർശിച്ച റിപ്പോർട്ട് നൽകും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ സാമ്പത്തിക സഹായം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ നിലവിൽ നൽകിയ റിപ്പോർട്ടുകളെല്ലാം തന്നെ പരിശോധിച്ച ശേഷമാണ് ഓരോ സ്ഥലങ്ങൾ സംബന്ധിച്ച കൃത്യമായ നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാവുക. പ്രധാനമന്ത്രി കൂടി സന്ദർശിക്കുന്നതോടുകൂടി തന്നെ കൂടുതൽ സഹായങ്ങൾ ലഭ്യമാകും എന്ന് തന്നെയാണ് ഓരോ സംസ്ഥാനവും കരുതുന്നത്. പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലാണെങ്കിൽ വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ തന്നെയാണ്. ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു മഴയും മഴക്കെടുതിയും തന്നെയാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി ജമ്മു കാശ്മീർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയും പലയിടത്തും മണ്ണിടിച്ചിലുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ദേശീയപാതയിലൂടെ ഉൾപ്പെടെയുള്ള ഗതാഗതം താറുമാറാകുന്ന പശ്ചാത്തലമാണ് നിലവിലുള്ളത്. സമാനമായ സ്ഥിതി തന്നെയാണ് ഡൽഹിയിലും ഉണ്ടായത്. ഡൽഹിയിൽ ഫരീദാബാദിലും ഒപ്പം തന്നെ ഡൽഹിയോട് ചേർന്ന് നടക്കുന്ന മറ്റു മേഖലകളും എല്ലാം തന്നെ വലിയ തരത്തിൽ വെള്ളപ്പൊക്കവും മറ്റും രൂക്ഷമായ സാഹചര്യമാണ്. ഇപ്പോഴും യമുനയിലെ ജലം ഇപ്പോഴും അപകടകരമായ സൂചികയ്ക്ക് മുകളിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത ഇപ്പോഴും പുലർത്തുന്നുണ്ട്. ഏകദേശം 9000-ഓളം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ തന്നെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡൽഹിയിലും ജാഗ്രത തുടങ്ങുന്ന ഓരോ സംസ്ഥാനത്തും സാഹചര്യങ്ങൾ മോശമാവുന്നതിന് അനുസരിച്ച് ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഒരു പ്രതീക്ഷ, അതായത് കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ പ്രതീക്ഷയുടെ അപ്പുറത്തേക്കുള്ള അപകടങ്ങൾ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കടുത്ത ജാഗ്രത തന്നെയാണ് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാകെ തന്നെ ഇപ്പോഴും പുലർത്തിപ്പോകുന്നത്. ശ്രീകാർത്തിക, ശരി, വലിയ രീതിയിലുള്ള മഴക്കെടുതികൾ തന്നെയാണ് ഉത്തരേന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതുവരെയായും 500 പേർക്ക് ജീവൻ നഷ്ടമായി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. KK പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ത്യയുമായുള്ളത് പ്രത്യേക ബന്ധമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ ചൈനീസ് പക്ഷത്തായെന്ന് കരുതുന്നില്ലെന്നും നരേന്ദ്രമോദിയുമായി എന്നും സൗഹൃദത്തിലായിരിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നതിലാണ് എതിർപ്പെന്നും ഇന്ത്യയുമായുള്ള പ്രശ്നം പരിഹരിക്കുമെന്നും ട്രംപ് അറിയിച്ചു. ഇന്ത്യ ചൈനീസ് പക്ഷത്താണെന്ന നിലപാടാണ് ട്രംപ് മയപ്പെടുത്തിയത്. അതിനിടെ 50% തീരുവ തുടരുമെന്ന് US വാണിജ്യ സെക്രട്ടറി അറിയിച്ചു. 1-2 മാസത്തിനുള്ളിൽ ഇന്ത്യ വ്യാപാര കരാറിന്റെ ചർച്ചയ്ക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി US വാണിജ്യ സെക്രട്ടറി ഹവേർഡ് ലുട്നിക് പറഞ്ഞു. സമ്മർദ്ദം ചെലുത്തിയുള്ള ചർച്ചകൾ അംഗീകരിക്കില്ലെന്ന് ഇന്ത്യയും നിലപാടെടുത്തു. നമ്മുടെ സംസ്ഥാനത്തെ ആശുപത്രികളെല്ലാം നമ്പർ 1 എന്നാണ് സംസ്ഥാന സർക്കാർ
അവകാശവാദം ഉന്നയിക്കുന്നത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും അതൊന്നും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം തന്നെയാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ പോലും ചികിത്സ ലഭിക്കാതെ മടങ്ങേണ്ട അവസ്ഥയിലാണ് കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെത്തുന്ന രോഗികൾ. അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടർമാരുടെ കുറവാണ് പ്രതിസന്ധിയാകുന്നത്. പുതിയ ഡോക്ടറെ നിയമിക്കാൻ 4 വർഷങ്ങൾക്ക് മുൻപ് അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും ഇതുവരെയും തീരുമാനമായിട്ടില്ല. പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് ആശുപത്രി വികസന സമിതിയുടെ തീരുമാനം. മലയോര മേഖലയിലെ സാധാരണക്കാരായ നൂറുകണക്കിന് ആളുകളുടെ ഏക ആശ്രയമാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രി. എന്നാൽ അപകടത്തിൽ പരിക്കേറ്റവരെയും പ്രസവ കേസുകളും എത്തിയാലും വേണ്ടത്ര ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യേണ്ട അവസ്ഥയാണ്. ഉച്ചയ്ക്ക് OP കഴിയുന്നതോടെ ഡോക്ടർമാർ ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങും. പിന്നീട് അത്യാഹിത വിഭാഗത്തിൽ ഒരു ഡോക്ടർ മാത്രമേ ഉണ്ടാകാറുള്ളൂ എന്നും തിക്കിത്തിരക്കി ചികിത്സയ്ക്കായി മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട സാഹചര്യവുമുണ്ടെന്നും രോഗികൾ പറയുന്നു. ഇത്രയും രോഗികൾ ഇവിടെ വന്നിട്ട് വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടാണ് ഈ കാത്തു നിന്ന് കാണിച്ച് പോകുന്നത്. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് വല്ല ഇടപെടലുകളും നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 1 മണിക്കൂറോ അതിലധികമൊക്കെ കാത്തു നിൽക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. കൊച്ചു കുട്ടികളായിട്ട് വരുന്ന ആൾക്കാർക്കും എല്ലാവർക്കും ഇത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. 4 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഡോക്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകിയെങ്കിലും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. അരവിന്ദൻ പറഞ്ഞു. ഒരു ഡോക്ടറെ വെക്കാൻ 4 വർഷമായി കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് നമ്മുടെ ശ്രീമതി വീണ ജോർജിൻ്റെ ആഫീസിൽ കെട്ടിക്കിടക്കുക. ഒരു നയാ പൈസ ചെലവില്ല. ആ നയാ പൈസ ചെലവില്ലാതെ ഗ്രാമപഞ്ചായത്ത് കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യം. രോഗികളുടെ തള്ളിക്കയറ്റമാണ് ആശുപത്രിയിൽ നടക്കുന്നതെന്നും സർക്കാർ തലത്തിൽ തീരുമാനമെടുത്ത് ഡോക്ടറെ ഉടൻ നിയമിക്കണമെന്നും ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK കൗസർ ആവശ്യപ്പെട്ടു. ഇവിടെ വരുന്ന രോഗികൾക്ക് ഇവിടെ കാഷ്വാലിറ്റിയിൽ 150ഉം 200ഉം ആളുകളൊക്കെ ഒരേ സമയത്ത് അവിടെ ക്യൂ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്നിപ്പോൾ ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തും ഒക്കെ പ്രമേയം എടുത്തുകൊണ്ട് ഗവൺമെൻറ്റിലേക്ക് കാഷ്വാലിറ്റിയിലേക്ക് ഒരു ഡോക്ടറെ കൂടി നിയമിക്കണം. ഗ്രാമപഞ്ചായത്ത് ശമ്പളം കൊടുത്ത് ഒരു ഡോക്ടറെ നിയമിക്കാൻ വേണ്ടി നമ്മൾ ആരോഗ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചതാണ്. പക്ഷേ ഇതുവരെയും ആ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ദിനംപ്രതി 100 കണക്കിന് രോഗികൾ താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നുണ്ടെങ്കിലും ചികിത്സയ്ക്കായി മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ്. ചികിത്സ വൈകുന്നതോടെ മറ്റ് ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയുമുണ്ട്. അതുകൊണ്ട് തന്നെ കാഷ്വാലിറ്റിയിൽ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് ആശുപത്രി വികസന സമിതി. മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്. ഈ ഡോക്ടർമാരുടെ കുറവ് പ്രധാനപ്പെട്ട ഒരു കാരണമായി എടുത്തു പറയുന്നുണ്ടെങ്കിലും മറ്റു കാരണങ്ങൾ കൂടിയുണ്ട് ഇത്തരത്തിൽ രോഗികൾക്ക് ചികിത്സ കൃത്യസമയത്ത് കിട്ടാതിരിക്കാൻ ഒരു കാരണമാകുന്നതായിട്ട്. പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളെ വൈദ്യപരിശോധനയ്ക്കായി എത്തിക്കുന്നതും ചികിത്സ വൈകാൻ കാരണമാകുന്നുണ്ടെന്നും ആരോപണം ഉയരുന്നുണ്ട്. ജനപ്രതിനിധികൾക്കും സമാനമായ അവസ്ഥ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങൾ കൂടി. ഒരു ഡോക്ടർമാരെ ദിവസവും കാഷ്വാലിറ്റിയിൽ നിയമിച്ചുകൊണ്ട് മാത്രമേ ഈ ഹോസ്പിറ്റലിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ. ഇപ്പം പോലീസുമായി ബന്ധപ്പെട്ട കേസുകൾ, താമരശ്ശേരി ചുരത്തിൽ നടക്കുന്ന അപകടങ്ങൾ, ഒരുപാട് കേസുകൾ വന്ന് ഇവിടെയുള്ള ഒരു ഡോക്ടർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. താമരശ്ശേരി താലൂക്ക് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ മലയോര മേഖല ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയാണ്. അപ്പോൾ ഏറ്റവും പാവപ്പെട്ട ആളുകൾ ആണ് കൂടുതൽ അവിടേക്ക് വരുന്നത്. മറ്റുള്ള ആളുകളൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ആശ്രയിച്ച് പോകുമ്പോൾ ഒരുവിധം ബുദ്ധിമുട്ടുള്ള ആളുകളാണ് ആ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. അപ്പോൾ ഞങ്ങൾ ജനപ്രതിനിധികളായ പലർക്കും അവിടുന്ന് ഇത്തരം ദുര്യോഗങ്ങളായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ തന്നെ എൻ്റെ ഉപ്പനെയും കൊണ്ടുപോയ സമയത്ത് എൻ്റെ ഉപ്പ ഒരു കോമ സ്റ്റേജിൽ ഞാൻ അവിടെ പോയ സമയത്ത് എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ നഴ്സുമാരുടെ ഭാഗത്തുനിന്ന് വളരെ മോശമായിട്ടുള്ള പെരുമാറ്റം. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സൂപ്രണ്ടിനെ പോലും ഒരു മാനിക്കാത്ത രൂപത്തിലുള്ള പെരുമാറ്റം. ശക്തമായ മഴയിൽ റോഡ് ചെളിക്കുണ്ടായി മാറിയതോടെ യാത്രാ ദുരിതം അനുഭവിക്കുകയാണ് ഇടുക്കി ചിന്നക്കനാൽ 301 ഉന്നതിയിലെ ആദിവാസി കുടുംബങ്ങൾ. പുനരധിവസിപ്പിച്ച് 2 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇവർക്ക് അന്യമാണ്. വർഷങ്ങളായി യാത്രാ ദുരിതം അനുഭവിക്കുമ്പോഴും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പരാതി. മഴ പെയ്താൽ പിന്നെ ഇടുക്കി ചിന്നക്കനാൽ 301 ആദിവാസി കുടുംബങ്ങൾക്ക് പുറം ലോകത്തേക്കെത്താൻ യാതൊരു മാർഗവുമില്ല.
ചെളിക്കുണ്ടായി മാറിയ റോഡിലൂടെ ആകെ എത്തുന്നത് ജീപ്പുകൾ മാത്രം. ഇപ്പോൾ ഇവരും ഓട്ടം നിർത്തി. ഓട്ടം പോയാൽ കിട്ടുന്ന പണം വണ്ടിയുടെ അറ്റകുറ്റപ്പണികൾക്ക് പോലും തികയില്ലെന്നാണ് ഡ്രൈവർമാർ പറയുന്നത്. കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതും ഈ ചെളിക്കുണ്ട് താണ്ടിയാണ്. 2 പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട് ഈ ദുരിതയാത്രയ്ക്ക്. എന്നിട്ടും പരിഹാരം കാണാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ഗ്രാമപഞ്ചായത്ത് അംഗം മുതൽ ജില്ലാ കളക്ടർ വരെ ഇവിടെ സന്ദർശനം നടത്തി മടങ്ങി. എന്നിട്ടും 301 യാത്രാ ദുരിതത്തിന് പരിഹാരമെന്നത് പ്രഖ്യാപനങ്ങളിൽ മാത്രം. MP വരുന്നുണ്ട്, MLA വരുന്നുണ്ട്, കലക്ടർ വരുന്നുണ്ട്, വന്ന് എല്ലാം കാണുന്നുണ്ട്, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ നടപ്പിലാകുന്നില്ല, അവർ നടപ്പിലാക്കി തരുന്നില്ല. പക്ഷേ ഇത് എത്രയും ഇവിടുത്തെ സ്കൂൾ കുട്ടികൾ പോകുന്നുണ്ട്, ആശുപത്രി കേസ് പോകണം. ഈ റോഡ് കിടക്കുന്ന കിടപ്പ് കണ്ട സിംഗാണ്ടം 301 കോളിലേക്ക് കയറുന്ന റോഡ് കണ്ടു കഴിഞ്ഞാൽ ആർക്കും നടന്നു വരാൻ മുതലേ പറ്റാത്ത സ്ഥിതിയാണ്. രാത്രികാലങ്ങളിൽ രോഗികളെ ആശുപത്രിയിലെത്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ചിന്നക്കനാൽ സിംഗുകണ്ടം റോഡിൽ നിന്ന് 301 ഉന്നതിയിലേക്ക് മൺറോഡ് മാത്രമാണുള്ളത്. ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ റോഡ് കുത്തിയൊലിച്ചു പോവുകയും ചെയ്തു. കാലങ്ങളായി നിലനിൽക്കുന്ന യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് ആദിവാസി കുടുംബങ്ങളുടെ ആവശ്യം. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. ലൈഫ് ഭവന പദ്ധതിയിൽ അനുവദിച്ചു കിട്ടിയ വീട് നിർമ്മിക്കാനാകാതെ ഇടുക്കിയിലെ ആദിവാസി കുടുംബങ്ങൾ. ചിന്നക്കനാൽ 301 ഉന്നതിക്ക് സമീപം കഴിയുന്ന ആദിവാസികൾക്കാണ് റവന്യൂ വകുപ്പിൽ നിന്നും വീട് നിർമ്മിക്കുന്നതിന് NOC നൽകാത്തത്. പതിറ്റാണ്ടുകളായി ദുരിതമനുഭവിക്കുന്ന ഇടുക്കി ചിന്നക്കനാലിലെ കുടുംബങ്ങൾക്ക് സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് അനുവദിച്ചു. എല്ലാ രേഖകളും ഹാജരാക്കി. പക്ഷേ താലൂക്കിൽ നിന്നും ഇവർക്ക് വീട് വയ്ക്കുന്നതിന് NOC നൽകുന്നില്ല. ഇവർ താമസിക്കുന്ന ഭൂമി റവന്യൂ രേഖകളിൽ HNL പ്ലാന്റേഷൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് NOC ലഭിക്കാൻ തടസ്സം. മുൻപ് HNL കമ്പനിക്ക് നൽകിയിരുന്ന ഭൂമിയുടെ പാട്ടകാലാവധി അവസാനിച്ചതാണ്. ഇതോടെ ഈ ഭൂമി ആദിവാസി പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി. ഭൂരഹിത ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി വിതരണം നടത്തണമെന്നാവശ്യപ്പെട്ട് പട്ടികവർഗ ഏകോപന സമിതി റവന്യൂ മന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ ഭൂമി ഇപ്പോഴും HNL കമ്പനിക്ക് പാട്ടത്തിന് നൽകിയിരിക്കുന്നു എന്നാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ വാദം. വീടെന്ന സ്വപ്നം മനസ്സിൽ സൂക്ഷിച്ച് പതിറ്റാണ്ടുകളായി ഇവിടെ കഴിയുകയാണ് ഓമനയും കുടുംബവും. പോകാൻ മറ്റൊരു സ്ഥലമില്ല. ഇതുവരെ സർക്കാരിന്റെ ഒരു സഹായവും ലഭിച്ചിട്ടുമില്ല. ഇപ്പോൾ ലൈഫിൽ വീടുള്ളതാണ്. ഇതുവരെ നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ കൈവശരേഖ തരുന്നില്ല. ലൈഫിൻ്റെ വീട് ഉണ്ടെന്നുള്ളത് ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ട്. അത് കൊടുക്കുമ്പോഴത്തേക്കും അവർ എന്തെങ്കിലുമൊക്കെയോ കാരണങ്ങൾ പറഞ്ഞിങ്ങനെ നമുക്ക് തരാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ചിന്നക്കനാലിൽ വൻകിട നിർമ്മാണങ്ങൾക്ക് ഒരു നിയന്ത്രണവുമില്ല. എന്നാൽ ഓമനയെപ്പോലെയുള്ള നിർധന കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾ മാത്രം ഉദ്യോഗസ്ഥരുടെ പിടിവാശിയിൽ തകരുന്നു. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. വർഷമായി സൗജന്യമായി ഓണസദ്യ ഒരുക്കി നൽകുന്ന ഒരു ഹോട്ടലുണ്ട് തൃശൂർ എറവിൽ. ഓണസദ്യ കഴിക്കാനെത്തുന്നവർ നൽകുന്ന സംഭാവന ഉപയോഗിച്ച് നാട്ടിലെ അവശത അനുഭവിക്കുന്ന ആളുകളെ കണ്ടെത്തി സഹായിക്കാനാണ് ശ്രേയസ് എന്ന ഹോട്ടലിൽ ഉടമ രമേശിന്റെ നേതൃത്വത്തിൽ കാരുണ്യ പ്രവർത്തികൾ നടത്തിവരുന്നത്. ഓണക്കാലത്ത് ഉത്രാട ദിനത്തിൽ ശ്രേയസ് ഹോട്ടലിൽ നിന്ന് വിഭവസമൃദ്ധമായ സദ്യ കഴിക്കാൻ എത്തുന്നവർ ഒട്ടനവധിയാണ്. എല്ലാവർക്കും ഭക്ഷണം സൗജന്യം. ചോറും 20 തരം കറികളും പ്രഥമനുമെല്ലാം യഥേഷ്ടം. ഹോട്ടലിന്റെ ഉടമ രമേശിന് സഹായത്തിനായി അന്നേ ദിവസം വ്യാപാരികളും സുഹൃത്തുക്കളും ജനപ്രതിനിധികളും അടക്കം നിരവധി പേരുണ്ടാകും. സൗജന്യമായി കഴിക്കുന്ന ഭക്ഷണത്തിനൊപ്പം സമൂഹത്തിനു വേണ്ടി നന്മകൾ ചെയ്യാനാണ് ഓരോരുത്തരും രമേശിന്റെ ഹോട്ടലിലെത്തുന്നത്. അന്നേ ദിവസം ഹോട്ടലിലെ പണപ്പെട്ടി അടഞ്ഞാണ് കിടക്കുക. പക്ഷേ ഭക്ഷണം കഴിച്ച ശേഷം ആളുകൾ ഒരു ഊണിന്റെ കാശിന് പകരം 4-5 ഇരട്ടി വരെ ഈ പെട്ടിയിൽ നിക്ഷേപിക്കും. ഇങ്ങനെ ലഭിക്കുന്ന പണമെല്ലാം അസുഖങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന ഒരാൾക്ക് ചികിത്സാ സഹായമായി നൽകുകയാണ് പതിവ്. അതിനാൽ ഇവിടുത്തെ ഉത്രാട സദ്യയിൽ പങ്കുകൊള്ളാൻ എത്തുന്നവർ രമേശിന്റെ കാരുണ്യ പ്രവൃത്തിയിൽ കൂടി അവരുടെ വിഹിതമേൽപ്പിക്കാൻ കൂടി എത്തുന്നവരാണ്. 3 വർഷമായി രമേശിന്റെ ഉത്രാട സദ്യയിൽ പങ്കെടുക്കാനും സഹായം നൽകാനുമായി എത്തുന്ന മുൻമന്ത്രി VS സുനിൽകുമാറിനും ഈ ഹോട്ടലിനെ കുറിച്ച് പറയാനുണ്ട്. ഇതൊരു സാമൂഹ്യ പ്രവർത്തന കേന്ദ്രമാണ്. എല്ലാ ഉത്രാട ദിവസവും ഇവിടെ നടത്തുന്ന സദ്യ അത് ലാഭത്തിന് വേണ്ടിയല്ല, അത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമ്പാദ്യമാണത്. തൃശൂർ കാഞ്ഞാണി സംസ്ഥാന പാതയോട് ചേർന്ന 45 വർഷം മുൻപ് പഴയൊരു കെട്ടിടത്തിലാണ് ശ്രേയസ് ഹോട്ടൽ ആരംഭിക്കുന്നത്. എറവ് പതിയത്ത് വേലായുധന്റെ മകൻ രമേശ് 3 പതിറ്റാണ്ട് മുൻപാണ് ഹോട്ടലിന്റെ ചുമതല ഏറ്റെടുക്കുന്നത്. 20 വർഷം മുൻപ് നാട്ടിലെ സുഹൃത്തുക്കൾക്കും സാധുജനങ്ങൾക്കും ഓണസദ്യ നൽകിയാണ് ഈ കാരുണ്യ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത്. ഈ വർഷത്തെ ഓണസദ്യയിൽ നിന്നും പിരിഞ്ഞു കിട്ടിയ 42,000 രൂപ പ്രദേശവാസിയായ യുവാവിന്റെ ചികിത്സാ സഹായത്തിലേക്ക് രമേശ് കൈമാറി. അമൃത ന്യൂസ്, തൃശൂർ.
ഓണത്തിന് രുചിയുടെ മേളപ്പെരുമ തീർത്തിരിക്കുകയാണ് കൊല്ലത്തെ ആശ്രാമ മൈതാനിയിൽ. 14 ജില്ലകളിൽ നിന്നുമുള്ള പലവിധ ഭക്ഷണങ്ങളും നാവിൽ കൊതിയൂറുന്ന വിവിധങ്ങളായ പായസങ്ങളും ഒരുക്കി ഭക്ഷണപ്രിയരുടെ തിരക്കുള്ള ഇടമായി കൊല്ലം രുചി മഹോത്സവം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സ്പെഷ്യൽ പാലട, പരിപ്പ്, ഗോതമ്പ്, അടപ്രഥമൻ, പഴം, പൈനാപ്പിൾ തുടങ്ങിയ വിവിധ ഇനം പായസങ്ങൾ. കേരളത്തിന്റെ തനതുരുചിയിലൊരുക്കിയ പായസങ്ങൾ കാഴ്ചയിൽ തന്നെ നാവിൽ കൊതിയുണർത്തും. നവരത്ന പായസമാണ് ഇവിടുത്തെ സ്പെഷ്യൽ. കുങ്കുമപ്പൂവ്, കൂവപ്പൊടി, ഇളനീർ, അത്തിപ്പഴം, ആപ്പിൾ, പൈനാപ്പിൾ, മാമ്പഴം, തേൻ നെല്ലിക്ക എന്നിവയാണ് നവരത്ന പായസത്തിലെ കൂട്ടുകൾ. ഈ പ്രാവശ്യത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നവരത്ന പായസമാണ്. 8 ഫ്രൂട്ടുകളും ഒരു പുഷ്പവും ചേർത്തുള്ള അടിപൊളി പായസം. തേങ്ങാപ്പാലാണ്. നല്ല ടേസ്റ്റി പായസമാണ്. നല്ല അഭിപ്രായമാണ് പറയുന്നത്. തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും ഓണരുചികൾ കഴിഞ്ഞാൽ പിന്നെ വടക്കൻ കേരളത്തിന്റെ രുചിമേളമാണ്. ലഘുഭക്ഷണങ്ങൾക്കായി പ്രത്യേക പവലിയൻ ഒരുക്കിയിട്ടുണ്ട്. കോഴിക്കോട് നിന്നെത്തിയ ഒരു കൂട്ടം സംരംഭകരാണ് ഈ മലബാർ രുചിയുടെ കൂട്ടിന് പിന്നിൽ. ചിക്കൻ പൊട്ടിത്തെറിച്ചത് മുതൽ അതിശയപ്പത്തിന് മുതൽ ഇറാൻ പോളം മുതൽ ഷവർമ്മപ്പോളം മുതൽ ചിക്കൻ മോമോസ് മുതൽ പലതരം വെറൈറ്റികളാണ്. നിങ്ങൾ കാണാത്ത ഒരു അത്ഭുതമായിട്ടുള്ള വെറൈറ്റികളാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കി വെക്കുന്നത്. കോഴിക്കോട് നിന്ന് വന്നിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവിടെ കുടുംബത്തോടൊപ്പം കാഴ്ചകൾ കണ്ട് ഓണനാളുകൾ ആഘോഷ നിറവിലേക്ക് എത്തിക്കുമ്പോൾ ഇവിടേക്കെത്തിയാൽ രുചിയുടെ മേളം കണ്ടറിഞ്ഞും രുചിച്ചറിഞ്ഞും ഇവിടെ നിന്നും മടങ്ങാം. അമൃത ന്യൂസ്, കൊല്ലം. സംസ്ഥാനത്ത് വളരെ വിപുലമായ രീതിയിലാണ് സർക്കാർ ഓണം ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരുന്നത്. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി ആകാശത്ത് ദൃശ്യവിസ്മയം ഒരുക്കി ഡ്രോൺ ലൈറ്റ് ഷോ നടന്നു. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിന് മുകളിലായി 250 അടി ഉയരത്തിൽ രാത്രി 8:30 ശേഷം അരമണിക്കൂർ നീണ്ടുനിന്ന ഡ്രോൺ ഷോ കാണികൾക്ക് നവ്യ അനുഭവമായി. തലസ്ഥാന നഗരിയിൽ ഇതാദ്യമായാണ് ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഇത്തരമൊരു ഡ്രോൺ ലൈവ് ഷോ. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വാരാഘോഷത്തിൽ ഏറ്റവും പുതുമയും കൗതുകവും നിറഞ്ഞ ആകാശവിസ്മയം കാണാൻ വിനോദസഞ്ചാരികളും പൊതുജനങ്ങളും ഒഴുകിയെത്തി. LED ലൈറ്റുകൾ കൊണ്ട് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഡ്രോണുകളാണ് ആകാശത്ത് വർണ്ണവിസ്മയം തീർത്തത്. ടു 3D രൂപങ്ങളിൽ ഓണത്തിന്റെ സാംസ്കാരിക തനിമയും നവകേരളത്തിന്റെ വികസന സ്വപ്നങ്ങളും ഡ്രോൺ വെളിച്ചത്തിൽ വർണ്ണാഭമായ കാഴ്ചകളായി മാറി. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ലൈവ് ഷോയ്ക്കാണ് ഇന്ന് തുടക്കമായത്. 1000ഓളം ഡ്രോണുകൾ വിസ്മയ കാഴ്ചകൾ ഒരുക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഓണനാളിൽ കോഴിക്കോട് ബീച്ചിലെത്തിയവരെ ക്യൂബിൽ കണ്ണഞ്ചിപ്പിച്ച് ക്യൂബോ ഇറ്റലി ഷോ. സംസ്ഥാന സർക്കാരിന്റെ ഓണാഘോഷം മാവേലിക്കസ് 2025 വേദിയിലാണ് ഇറ്റാലിയൻ തിയേറ്റർ സംഘമായ ക്യൂബോ ഇറ്റലി പുതിയ ദൃശ്യാനുഭവം സമ്മാനിച്ചത്. സാങ്കേതികതയും നൃത്തവും ആക്രോബാറ്റിക്സും വാസ്തുവിദ്യയും കൂടിച്ചേർന്ന ത്രിമാന പ്രദർശനമാണ് ഇവർ അവതരിപ്പിച്ചത്. ക്രെയിനിൽ ഉയർത്തിയ ക്യൂബ് ആകൃതിയിലുള്ള രൂപത്തിനുള്ളിൽ അഭ്യാസ പ്രകടനവും വെർട്ടിക്കൽ ഡാൻസും കാണികൾക്ക് പുത്തൻ കാഴ്ച അനുഭവമാണ് സമ്മാനിച്ചത്. വർണ്ണവെളിച്ചത്തിലെ അഭ്യാസ പ്രകടനങ്ങളും പശ്ചാത്തല സംഗീതത്തിനൊത്തുള്ള നൃത്തവും നിഴലുകളുടെ വിന്യാസവും ചേർന്ന അപൂർവ ദൃശ്യാനുഭവമായി മാറുകയായിരുന്നു ക്യൂബോ ഇറ്റലി. ഓണം സ്നേഹബന്ധങ്ങളുടെ ആഘോഷമാണെന്ന് സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവി. ഓണം എന്ന് കേട്ടാൽ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഹൃദയത്തിൽ മധുരിക്കുന്ന 1000 ഓർമ്മകൾ ഓടിയെത്തും. ഭാരതീയമായ ആഘോഷങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശം മനുഷ്യരെ ഈശ്വരചിന്തയിലേക്കും ഈശ്വരഭക്തിയിലേക്കും ഉയർത്തുക എന്നതാണ്. നമ്മുടെ പൈതൃക സംസ്കാരത്തിലേക്കും കാപട്യമില്ലാത്ത ജീവിതത്തിലേക്കും പ്രകൃതിയുടെ പരിശുദ്ധിയിലേക്കും തിരിച്ചു പോകാനുള്ള ആഹ്വാനമാണ് ഓണമെന്നും അമ്മ പറഞ്ഞു. ഓണമെന്ന് കേട്ട ലോകമെമ്പാടുമുള്ള മലയാളിയുടെ ഹൃദയത്തിൽ
1000 മധുരിക്കുന്ന ഓർമ്മകളോടിയെത്തും. മനസ്സൊരു പൂങ്കാവനമാവും. അതിനുള്ളിൽ തേനുണ്ണാൻ ഓടുന്ന ചിത്രശലഭങ്ങളെ പോലെ മനസ്സ് ആഹ്ലാദത്തിൽ പാറിപ്പറക്കും. പ്രായഭേദമില്ലാതെ എല്ലാവരും കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ആവും. എല്ലാവരുടെയും ഉള്ളിൽ ഉറങ്ങുന്ന കുഞ്ഞു ഹൃദയം. ആ നിഷ്കളങ്കത ഉണ്ടായിരുന്ന നാളുകളാണ് ഓണക്കാലം. ഓണത്തിന് അനേക അർത്ഥങ്ങളും സന്ദേശങ്ങളും ഉണ്ട്. ഒന്ന് നമുക്ക് നഷ്ടമായ നിഷ്കളങ്കതയെ ഓർമ്മപ്പെടുത്തലാണ്. ഓണവും മഹാബലിയുടെ കഥയും നമുക്ക് നൽകുന്ന സന്ദേശം ശരണാഗതിയുടേതാണ്. നമ്മൾ വെട്ടിപ്പിടിച്ചതും സ്വന്തമെന്ന് കരുതിയതിനും നമ്മെ രക്ഷിക്കാൻ കഴിയില്ല തിരിച്ചറിയുമ്പോൾ മഹാബലി വാമന മുമ്പിൽ തലകുനിച്ചതുപോലെ അവിടത്തേച്ച് നടക്കട്ടെ എന്നൊരു ഭാവം നമുക്ക് കൈവരും. അവസ്ഥയാണ് എല്ലാം പറഞ്ഞുള്ള ശരിയായ ആഘോഷം. ഒരുമയുടെയും പങ്കുവയ്ക്കലിൻ്റെയും ഭക്തിയുടെയും ഈശ്വര സമർപ്പണത്തിൻ്റെയും അങ്ങനെ അനേക മൂല്യങ്ങളുടെ സന്ദേശമാണ് തിരുവോണം വന്നെത്തുന്നത്. ഭാരതീയ ആഘോഷങ്ങളുടെ എല്ലാം യഥാർത്ഥ ഉദ്ദേശം മനുഷ്യ ഈശ്വരചിന്തയിലേക്കും ഈശ്വരഭക്തിയിലേക്കും ഉയർത്തുക എന്നുള്ള സന്തോഷം, സഹജീവി സ്നേഹം, ഭക്തി ഇവയെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഗുണങ്ങളാണ്. ശരിയായ ഭക്തിയുള്ളത് മാത്രമേ ജീവജാലങ്ങളോടുള്ള സ്നേഹം ഉണ്ടാവുള്ളൂ. അവിടെ മാത്രമേ നീണ്ടു നിൽക്കുന്ന ശാന്തിയും സന്തോഷവും ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഓണാഘോഷത്തിൽ പങ്കുവയ്ക്കലിനും ഭക്തിക്കും ഒത്തൊരുമിച്ചുള്ള ആഹ്ലാദത്തിനും ഒരുപോലെ പ്രാധാന്യമുള്ളത്. നമ്മുടെ പൈതൃക സംസ്കാരത്തിലേക്ക്, കാപട്യമില്ലാത്ത ജീവിതത്തിലേക്ക്, പ്രകൃതിയുടെ പരിശുദ്ധിയിലേക്ക് തിരിച്ചു പോകാനുള്ള ആഹ്വാനമാണ് ഓണം. ഓണക്കാലത്ത് ചെടികളും വൃക്ഷങ്ങളും തങ്ങൾക്കുള്ളിലെ പൂക്കളെ ലോകത്തിന് വേണ്ടി പുറത്തെടുക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലെ നന്മയെ നമുക്ക് ഉണർത്താം. മനസ്സിൽ മറ്റുള്ളവർ കൂടി ഇടം നൽകാം. അങ്ങനെ എല്ലാ ദിവസവും നമുക്ക് തിരുവോണമാക്കാം. കൊല്ലം അമൃതപുരി ആശ്രമത്തിൽ തിരുവോണ ദിനാഘോഷങ്ങൾ നടന്നു. ആശ്രമത്തിലെ അന്തേവാസികൾക്ക് പുറമേ ഇന്ത്യക്കകത്തും പുറത്തുനിന്നുമുള്ള ആയിരക്കണക്കിന് ഭക്തർ അമൃതപുരിയിലെ ഓണാഘോഷ പരിപാടികളിൽ പങ്കാളികളായി. മാതാമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയുടെ പ്രഭാഷണത്തോടെയായിരുന്നു ആശ്രമത്തിലെ തിരുവോണ ദിനാഘോഷങ്ങൾ തുടങ്ങിയത്. ഈ ജീവിതയാത്രയിൽ നമ്മൾ ധാരാളം ശ്രമം ചെയ്യുന്നു, വിശ്രമ സുഖം അനുഭവിക്കുന്നില്ല, ഒരിക്കലും തൃപ്തിയില്ല, ജീവിതം ആസ്വദിക്കാൻ സമയമില്ല. എല്ലാ ദിവസവും തിരുവോണമാക്കി മാറ്റാനുള്ള പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവിയുടെ നേതൃത്വത്തിൽ ധ്യാനം, ലോകശാന്തി പ്രാർത്ഥന, ഭജന, സത്സംഗം എന്നിവയും നടന്നു. ഇന്ത്യക്കകത്തും പുറത്തു നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തർ അമൃതപുരിയിലെ ഓണാഘോഷ പരിപാടികളിൽ പങ്കാളികളായി. ആശ്രമത്തിലെ പ്രധാന പ്രാർത്ഥനാ ഹാളിൽ ആശ്രമ അന്തേവാസികളായ 300-ലധികം വനിതകൾ അവതരിപ്പിച്ച മെഗാ തിരുവാതിരയും അരങ്ങേറി. തിരുവോണ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ആശ്രമത്തിൽ പ്രസാദ വിതരണവും ഓണസദ്യയും നടന്നു. അമൃത ന്യൂസ്, കൊല്ലം. ഓണാഘോഷങ്ങളുടെ ശൈലി മാറിയോ? വനിതാ ജംഗ്ഷൻ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. അതിലേക്ക് നമസ്കാരം. വനിതാ ജംഗ്ഷനിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓണാശംസകൾ. സമൃദ്ധിയുടെയും ഒരുമയുടെയും നിറനന്മയുടെയും ഒക്കെ സന്ദേശം അറിയിച്ചുകൊണ്ട് വീണ്ടും ഒരു ഓണക്കാലം കൂടി വന്നണയുന്നു. ശരിക്കും ഓണമെന്ന് പറയുന്നത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. പഴയതും പുതിയതും തമ്മിലുള്ള ഒരു താരതമ്യപ്പെടുത്തലാണ്. അരുതാത്തതൊക്കെ അല്ലെങ്കിൽ അരുതായികകൾ അത് തിരുത്താനുള്ള സന്ദർഭം, സ്വയം വിമർശനത്തിനുള്ള ഒരു സമയം. ഓരോ ഓണം എത്തുമ്പോഴും പ്രജാക്ഷേമ തൽപരനായ മഹാബലി എന്ന ഭരണാധികാരിയുടെ കാലത്ത് ഒരുപക്ഷെ നമുക്ക് ജീവിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഇച്ഛാഭംഗത്തോടെ ചിന്തിക്കാത്തവരായി ആരും ഉണ്ടാകില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തേക്ക് ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നോക്കുമ്പോൾ രാജവാഴ്ചയായിരുന്നു ഇതിനേക്കാൾ നല്ലതെന്നൊക്കെ ചിലരെങ്കിലും ചിലപ്പോഴെങ്കിലും പറയാതിരിക്കില്ല.
മലയാളിയുടെ ചുണ്ടിൽ കാലങ്ങളായി ഉയരുന്ന മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന ആ ഓണപ്പാട്ടിലടങ്ങിയിട്ടുണ്ട് ആ ഒരു കാലത്തിൻ്റെ അപൂർവത. അതിലേക്കുള്ള തിരിച്ചു പോകാനുള്ള അല്ലെങ്കിൽ അതിനെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മളെല്ലാ മലയാളികളും. നമുക്കറിയാം, ഈ സൂചിപ്പിച്ചതുപോലെ നന്മകൾ മാത്രമുള്ള, കള്ളവും ചതിയും പുളിവാക്കുകളും ഒട്ടുമില്ലാത്ത, വലിപ്പച്ചെറുപ്പങ്ങളൊന്നുമില്ലാത്ത സമഭാവനയുടെ സമത്വ സുന്ദര നാട്. അശ്വതി, അതാണ് നമ്മുടെയൊക്കെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് ഓണത്തെക്കുറിച്ച്. അതിൻ്റെ എല്ലാ നിറങ്ങളും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ ഓരോ തലമുറ കഴിയും തോറും അല്ലെങ്കിൽ ഓരോ കാലം പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും ഓരോ ഓണം കടന്നു പോകുമ്പോഴും ഇതിൻ്റെ ഈ ഓണത്തിൻ്റെ ഒരു നിറമങ്ങൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമുക്ക് ചിലപ്പോഴെങ്കിലും ഒരു സംശയം തോന്നാറുണ്ടല്ലേ? സ്വപ്ന പറഞ്ഞ പോലെ തന്നെ അതൊരു സംശയം മാത്രമല്ല, അത് അങ്ങനെ തന്നെയാണെന്നാണ് തോന്നുന്നത്. കാരണം നമുക്കറിയാം, പഴയ തലമുറ, പുതിയ തലമുറ, ഒന്നും കൂടി എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂജനായി കഴിഞ്ഞു. അതുപോലെ തന്നെ ആയിക്കഴിഞ്ഞു ഓണവും. ന്യൂജൻ ഓണമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പഴയ തലമുറയിൽ നിന്നും പുതിയ തലമുറയ്ക്ക് എന്തോരം വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു സ്വപ്നയുടെയൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഞാൻ കടന്നു വന്ന വഴിയാണെങ്കിലും ആ ഓണ നാളുകളെക്കുറിച്ചോ ആ ഓണ ഓർമ്മകളെക്കുറിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് വ്യത്യാസമാണ് ഇപ്പോഴുള്ളത് എന്നുള്ളതാണ്. നമ്മളെന്താണ് അത്തപ്പൂക്കളം, തിരുവോണ ദിവസമാണെങ്കിലും രാവിലെ തൊടിയിലിറങ്ങി പൂ പറിച്ച് കൊണ്ടുപോകുന്നു. തുമ്പ, ചെത്തി, അങ്ങനെ കാക്കപ്പൂ, അങ്ങനെ പല നിറത്തിലുള്ള പൂക്കൾ. ഗ്രാമങ്ങളിലൊക്കെ പല പേരുകളായിരിക്കും, പല നാടുകളിൽ പല പേരുകളാണ്. എങ്കിൽ പോലും നമ്മൾ ആ പൂക്കളൊക്കെ പറിച്ച് ഇങ്ങനെ നമ്മുടെ മുറ്റത്ത് പണ്ടൊക്കെ ചാണകമൊക്കെ മെഴുകിയിട്ടായിരുന്നു അത്തപ്പൂ ഇടുന്നത്. അങ്ങനെ ശരിക്കും ഇപ്പോഴൊന്നും നമുക്ക് ഈ കാഴ്ചയൊന്നും ഒരുപക്ഷെ കാണാൻ പറ്റിയതല്ല. കാരണം എൻ്റെ ഒരു ഓർമ്മയിലൊക്കെ തന്നെ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ സിറ്റിയിലായിരുന്നു ഈ പറഞ്ഞതുപോലെ താമസിച്ചിരുന്നത്. അന്ന് ഒരു ഫ്ലാറ്റിലാണ്. അപ്പോൾ അവരുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി നമ്മൾ ഓണം ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ വടംവലി, ഓണക്കളികൾ, കസേരകൾ, അങ്ങനെ ഒരു കളി, അതുമായി ബന്ധപ്പെട്ട ഇത്, പിന്നെ അത് കഴിഞ്ഞിട്ട് സമൂഹ സദ്യ, അങ്ങനെയുള്ള ചില ശരിക്കും ഈ പുതിയൊരു കാലത്തേക്ക് നമ്മൾ വരുമ്പോൾ ഓണം ഇത്തരത്തിലുള്ള കൂട്ടായ്മകളോ അല്ലെങ്കിൽ ക്ലബ്ബുകളോ മാത്രം ഏറ്റെടുത്തിരിക്കുന്ന ഒരു കാഴ്ചയിലേക്ക് നീങ്ങുന്നു. അതുതന്നെയാണ് ഏറ്റവും വലിയ ഒരു മാറ്റമെന്ന് നമുക്ക് പറയേണ്ടത്. പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ ഓണം എന്ന് പറഞ്ഞ് കേട്ടുള്ള അറിവ് വെച്ച് തന്നെ എല്ലാവരും ഏത് സ്ഥലത്താണെങ്കിലും തിരികെ തറവാട്ടിലേക്ക് പോകുന്നു, കുടുംബത്തേക്ക് തിരികെ പോകുന്നു. അവിടെ ബന്ധുക്കളും അവരുടെ കുട്ടികളും ഒക്കെ ഉണ്ടാകും. അവരുമായിട്ടുള്ള കളികൾ, നീന്താൻ പോവുക, അങ്ങനെയുള്ള ഒരുപാട് പ്ലാനിങ്ങുകളാണ്. വളരെ മുൻപ് തന്നെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കും, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇന്നടത്തൊക്കെ പോകണം, ഇന്നതൊക്കെ ചെയ്യണം. അതായത് ഓണക്കാലത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന സമയം വെക്കേഷൻ ആയാൽ മതി, അതായത് സ്കൂളൊന്ന് അടച്ചാൽ മതി, നമുക്ക് ആ ഓണം ഒന്ന് തന്നെ. അത് സ്കൂളിൻ്റെ കാര്യം പറഞ്ഞു, ഈ പരീക്ഷ തന്നെ പലപ്പോഴും നമുക്ക് ടെൻഷനാണ്. ഈ എക്സാം ഓണത്തിന് ശേഷമായിരിക്കുമോ അതോ ഓണത്തിന് മുൻപായിരിക്കുമോ? ഓണത്തിന് മുൻപാകണേ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കാരണം അല്ലെങ്കിൽ സമാധാനത്തോടു കൂടി ഈ ഓണം ആഘോഷിക്കാൻ വീട്ടുകാർ സമ്മതിക്കില്ല, ആ ഒരു ടെൻഷൻ. അപ്പം ഓണത്തിന് മുൻപ് തന്നെ ഈ പരീക്ഷയെല്ലാം തീരണേ എന്ന അങ്ങനെ ഒരു, അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിനു വേണ്ടി ഒരു വർഷം മുഴുവൻ നമ്മൾ കാത്തിരുന്ന് അതിലോട്ട് ചെന്നെത്തുന്ന ആ ഒരു ഗൃഹാതുരത്വത്തിൻ്റെ ഒരു ഓർമ്മകൾ ഈ വിദേശ മലയാളികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട് വിട്ട് പുറത്തൊക്കെ നിൽക്കുന്നവർക്കാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും ഇത്തരത്തിൽ ഓണം അത്രമേൽ ഒരു നോവും കൂടിയാണ് അവർക്ക്. തിരിച്ച് ചെല്ലുമ്പോൾ ഇനി അത് കഴിഞ്ഞൊക്കെ മടങ്ങി പോകുമ്പോൾ അവർക്കൊരു നോവും കൂടിയാണ്. പക്ഷെ അവർ അറിയുന്നില്ല സ്വപ്ന, ഇപ്പോഴത്തെ ഓണം അവർ അനുഭവിച്ചു പോയ ഒരു ഓണക്കാലമല്ല നമ്മുടെ. പഴയ കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ എന്തൊക്കെയായിരുന്നു, ഗ്രാമങ്ങളിൽ ക്ലബ്ബുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഓണാഘോഷം ഉണ്ടാകും, അവരുടെ എല്ലാം ഒരു കൂട്ടായ്മയായിരുന്നു. അവരുടെയൊക്കെ ഒരു നേതൃത്വം തന്നെയാണ് ഈ. ശരിക്കും നമ്മൾ ഈ പൊന്നിൻ ചിങ്ങം, ഞാൻ ശരിക്കും ഇതേക്കുറിച്ച് വളരെ റീസെൻ്റ് ആയിട്ട് ഈ പൊന്നിൻ ചിങ്ങം, പൊന്നോണം എന്നൊക്കെ പറയുന്ന ആ ഒരു ആ ഒരു വാക്കുകളിലേക്കൊക്കെ നമ്മൾ എങ്ങനെ എത്തി എന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കമ്പാരിസൺ? അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, ഈ പണ്ട് കാലത്ത് ഈ കാർഷിക വിളകൾ, അതായത് സുഗന്ധവ്യഞ്ജനങ്ങൾ, ഇത് അപ്പോൾ ഈ മഴയെല്ലാം കഴിഞ്ഞ് കർക്കിടക മാസമെല്ലാം കഴിഞ്ഞ് ആകാശമൊക്കെ തെളിയുമ്പോൾ പൊന്നിൻ കിരണമുള്ള സൂര്യരശ്മികളൊക്കെ വന്നാൽ പതിക്കുന്നത്. ആ സമയത്താണ് ശരിക്കും ഈ വിദേശികൾ നമ്മുടെ കേരളത്തിലേക്ക് ചിങ്ങമാസത്തിലാണ് വന്ന് ഈ സുഗന്ധ വ്യഞ്ജനങ്ങളും ഇതെല്ലാം അവർ കൊണ്ടുപോകും. സ്വർണം പകരം കൊടുത്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം ആ സ്വർണം വരുന്ന ആ മാസമായതുകൊണ്ട് അത് പൊന്നിൻ ചിങ്ങം. പിന്നെ ആ സ്വർണം വരുന്ന അതുകൊണ്ട് ആ സമയത്തുള്ള ഒരു വിളവെടുപ്പും അതിൻ്റെ ആഘോഷങ്ങളും എല്ലാം പൊന്നു കൊണ്ടുവരുന്ന ഓണം എന്ന് പറയുമ്പോൾ പൊന്നോണം, അങ്ങനെയൊക്കെ റിലേറ്റഡ് വളരെ രസകരമായി തോന്നി. ആ ഒരു നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊക്കെ എത്രത്തോളം ഇതേക്കുറിച്ച് അറിയാമെന്നൊക്കെ ഒരുപക്ഷെ നമുക്ക് അത്ഭുതം തോന്നും. ഈ പൊന്നിൻ ഇപ്പോഴത്തെ കൂടെ ഒരു നെൽക്കതിരെങ്കിലും അവർ കണ്ടിട്ടുണ്ടോ എന്ന്. പല കുട്ടികൾക്കും തുമ്പപ്പൂ എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ അറിയുന്നുണ്ടാവില്ല. TV ഷോകളിൽ തന്നെ പലപ്പോഴും ഓണത്തിന് ഉപയോഗിക്കുന്ന
ചിലവഴിക്കുന്ന 10 പൂക്കളുടെ പേരറിയാമോ? അതൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്. നല്ലൊരു ശതമാനത്തിനും അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് വലിയ അറിവുണ്ടായിരിക്കില്ല. അതാണ് സ്വപ്ന, ഈ കൂട്ടുകുടുംബവും അണുകുടുംബവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. കൂട്ടുകുടുംബം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന്, സ്വപ്ന നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തിരുവോണത്തലേന്ന് എല്ലാ സദ്യവട്ടങ്ങളെല്ലാം ഒരുക്കി, അതൊരു രസം തന്നെയാണ്. അശ്വതി, ഈ സദ്യവട്ടത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പലപ്പോഴും ഇപ്പോൾ, അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കൂടിയും നമ്മളിങ്ങനെ ഓർഡർ ചെയ്യാണ് 5 പേർക്കുള്ള സദ്യ അല്ലെങ്കിൽ 10 പേർക്കുള്ള സദ്യ എന്ന് വെച്ചാൽ ബാക്കി സമയമൊന്നും നമുക്ക് ഈ അടുക്കളയിൽ മടയാനോ ജോലി ചെയ്യാനോ ഒന്നും സമയമില്ല, അതിന് പറ്റില്ല. നമുക്ക് TV ഓണമാണ്, ഡിജിറ്റൽ ഓണമാണ്, മൊബൈൽ ഓണമാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അടുക്കളയിൽ ചിലവഴിക്കുന്ന സമയം ഒന്ന് കുറയ്ക്കാമെന്ന് കരുതി ഒരുപക്ഷെ നമ്മൾ ഓർഡർ ചെയ്തൊക്കെ വരുത്തുന്നത്. പക്ഷേ അവിടെ നഷ്ടമാകുന്ന ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഒരു സന്തോഷം, ആ ഒരു കൂട്ടായ്മ ദിവസം ശരിക്കും ഈ ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത് തന്നെ പിറ്റേന്നത്തെ ആ സദ്യ ഒരുക്കാനുള്ള ആ ഒരു വട്ടം കൂട്ടലും ആ ഒരു ഓട്ടവും കാര്യങ്ങളും ഒക്കെയാണ്. സ്വപ്ന, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അണുകുടുംബവും കൂട്ടുകുടുംബവും ഒരുപാട് വ്യത്യാസമുണ്ട്. അതുതന്നെയാണ് നമ്മൾ ഈ സദ്യവട്ടത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. നമ്മൾ ഒരുമിച്ചിരുന്ന് അരിഞ്ഞു പെറുക്കിയുള്ള ഒരു സദ്യയും ഈ ഓർഡർ ചെയ്ത് വരുത്തുന്നതും തമ്മിൽ ഒരുപാട്, അതിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്ന സന്തോഷം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നത്, അന്ന് പഴയ കാലത്ത് സ്ത്രീകളെല്ലാവരും ജോലിക്ക് പോകുന്നവരല്ലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ സ്ത്രീകൾ ജോലിക്ക് പോകുന്നവരാണ്. അപ്പം തിരുവോണനാളിലായിരിക്കും ഒരു പക്ഷേ അവർ സദ്യയൊക്കെ ഓർഡർ ചെയ്ത് കുടുംബമായിട്ടൊക്കെ സന്തോഷമായിട്ട് റിലാക്സ് ചെയ്തിരിക്കാം എന്നൊക്കെയുള്ളൊരു ചിന്തയിൽ കൂടിയാണ് ഇപ്പോഴത്തെ ഒരു തലമുറ കടന്നു പോകുന്നത് എന്ന്. സദ്യ മാത്രമല്ല, എന്തിനു പറയണം, ഓണപ്പൂക്കളും തന്നെ ഇപ്പോൾ റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന കാലമാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇലയടക്കം റെഡിമെയ്ഡാണ്. പ്ലാസ്റ്റിക് ഇലകളടക്കമാണ് ഇപ്പോൾ. അതെ, തമിഴ്നാടിനെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് നമുക്കുള്ളത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു അത്തപ്പൂക്കളം ഇടുന്നതിൻ്റെയും ആ ഒരു സദ്യവട്ടം ഒരുക്കുന്നതിൻ്റെയും ഒക്കെ ആ ഒരു സന്തോഷം എത്ര റെഡിമെയ്ഡിൽ പോയാലും കിട്ടുകയില്ല എന്നുള്ളത് നഗ്നമായ സത്യമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെയൊക്കെ അത് അനുഭവിച്ചറിഞ്ഞ്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് നമ്മുടെ ഓണം, നമ്മുടെ ഐതിഹ്യം ഇതൊക്കെയാണ്, ഇതൊന്നും അന്യം നിന്ന് പോകരുത്, അങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കേണ്ടത് നമ്മുടെ രക്ഷിതാക്കൾ തന്നെയാണ്. പക്ഷെ അവരൊക്കെ ആ ഒരു റെഡിമെയ്ഡിലേക്ക് കടക്കുമ്പോൾ അത് കുട്ടികൾക്ക് പോലും നമ്മുടെ കുട്ടിക്കാലത്ത് ലഭിച്ച കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ്. ശരിക്കും ഈ കുട്ടികളുടെ കാര്യം, ഈ പിള്ളേരോണം എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയുണ്ട്. അതായത് കൊച്ചുകുട്ടികളുടെ ഓണം, ഈ കർക്കിടക മാസത്തിലാണ് ആ പിള്ളേരോണം എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. അതായത് ഈ നെല്ല് കതിരൊക്കെ കൊയ്ത് ഈ പാടങ്ങളെല്ലാം വിജനമായിരിക്കും, ഒരുപക്ഷെ വെള്ളം കെട്ടി നിൽക്കുകയായിരിക്കും. അവിടെ കളിക്കാനും കളിച്ച് തിമിർക്കാനും ഒക്കെ വേണ്ടി അങ്ങനെ പിള്ളേരോണം എന്ന് പറയുന്ന ഒരു ഓണമുണ്ട്. മാത്രമല്ല കുറച്ച് പഴമയിലേക്ക് പോകണം. നമ്മളിപ്പോൾ ഓണം ആഘോഷിക്കുന്നത് നമ്മുടെ ദേശീയ ഉത്സവമായിട്ടാണ്. ഈ ഒരു മതവുമായിട്ടും അതിനെ ചേർത്ത് നിർത്തി നമ്മളിപ്പോൾ വായിക്കേണ്ടതില്ല. പക്ഷേ പണ്ട് വളരെ മുൻപ് കേരളത്തിലെ നമ്മുടെ ഐതിഹ്യം അവിടെ ഉണ്ട് എങ്കിൽ കൂടി മഹാബലി എന്ന രാജാവിനെ, ചക്രവർത്തിയെ ഭൂമിയിലേക്ക് ചവിട്ടി താഴ്ത്തി വിഷ്ണുവിൻ്റെ അവതാരം, അതൊരു ഐതിഹ്യം മാത്രമാണ്. അതിനുമപ്പുറം ഇതൊരു ദേശീയ ഉത്സവമാണ്. നമ്മുടെ നിറവിൻ്റെ, നന്മയുടെ, സമൃദ്ധിയുടെയൊക്കെ ഒരു ഉത്സവമാണ്. അശ്വതി, ഈ പണ്ട് കാലത്ത് ഈ ക്ഷേത്രങ്ങളിലും അതിൻ്റെ പരിസരങ്ങളിലുമായിട്ട് പലതരത്തിലുള്ള ഓണാഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത്തരത്തിലൊരു കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ഓണം ഒരു ദേശീയ ഉത്സവമായി എല്ലാ മതസ്ഥരും ഒരുമിച്ച് കൊണ്ടാടുന്ന സ്കൂളുകളിലും കോളേജുകളിലും അല്ലെങ്കിൽ ഓഫീസുകളിലും ഒക്കെയായി മാത്രം ഓണം ഒതുങ്ങിപ്പോകുന്നു. സദ്യവട്ടങ്ങളൊക്കെ നമ്മൾ റെഡിമെയ്ഡായി വരുത്തുന്നു, സദ്യ കഴിക്കുന്നു, തീരുന്നു. അതാണ് ഇപ്പോഴത്തെ ഒരു ഓണം. എടുത്തു പറയേണ്ട ഒരു വ്യത്യാസം, വലിയ പ്രകടമായൊരു വ്യത്യാസം. ഇപ്പോൾ എല്ലാ ഓഫീസുകളിലും ഒരു 5 ആൾ കൂടി എവിടെ ജോലി ചെയ്യുന്നുണ്ടോ അവിടെ ഒരു ഓണാഘോഷം ഈ പറഞ്ഞതുപോലെ ഉണ്ട്. അതിപ്പം ഓഫീസുകളിലായാലും, സർക്കാർ ഓഫീസുകളിലായാലും ശരി, സ്റ്റേഷനുകളിലായാലും ശരി, അതിലെന്തെങ്കിലും കുടുംബശ്രീ അടങ്ങുന്ന കൂട്ടായ്മകൾ, ഏത് കൂട്ടായ്മ അല്ലെങ്കിൽ അത് ഏതിൻ്റെ ഭാഗമായിട്ടാണോ അവർ ജോലി ചെയ്യുന്ന ഒരു മേഖലയിൽ അത്തരത്തിൽ ഒരു ദിവസം ഇന്ന് ഞങ്ങളുടെ ഓണാഘോഷം എന്ന രീതിയിൽ അങ്ങനെയൊക്കെ ആഘോഷിക്കുന്ന ഒരു വ്യത്യാസം ഒരിക്കലും പഴയതിൽ നിന്ന് ഈ പുതിയൊരു കാലത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നെന്ന് തോന്നുന്നു. പക്ഷെ ആ ഓണം വേണമെങ്കിൽ പോലും നമുക്ക് പഴയ കാലങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് കടന്നു വന്നിരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയും ഇങ്ങനെയാണ് ഓണം ആഘോഷിച്ചിരുന്നത്, അതൊക്കെ കൂടിയും ഈ ഒരു തലമുറയ്ക്ക് പാഠമാകേണ്ടതല്ലേ? കാരണം എന്താണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എങ്ങനെയാണ് നമ്മൾ ഓണം ആഘോഷിച്ചിരുന്നത്, ഇതൊക്കെ അവർക്കൊരു പാഠമാകേണ്ടതാണ്, അല്ലെങ്കിൽ അവർ അറിയേണ്ടതാണ്. കോളേജിലും ഓഫീസിലും ഒക്കെ ഓണം വേണം. പക്ഷെ ഇങ്ങനത്തെയൊക്കെ കളികൾ, പല കളികളുണ്ടായിരുന്നു. കസേരകളി, പന്ത് കളി, അങ്ങനെ വേണ്ട കോലുകളി, അങ്ങനെ വേണ്ട ഗ്രാമങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന പല മത്സരങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ നഗരങ്ങളിലും ഇപ്പോൾ ഈ കൂട്ടായ്മകളെല്ലാം ഇത്തരം ഇതിനെയൊക്കെ ഇനിയും തിരിച്ചു കൊണ്ടുവരണമെന്ന ഒരു ചിന്തയോടുകൂടി
ഈ ഇത്തരം പഴയ കളികൾ അന്യം നിന്ന് പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ കൈവിട്ട് പോകുമെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരുപാട് ഓണവുമായി ബന്ധപ്പെട്ട കളികളെല്ലാം അത് ഈ ഓണത്തല്ല് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ പുലിക്കളി മാത്രമായിരിക്കും ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അത് കൃത്യമായി നടന്നു പോകുന്നത് പുലിക്കളി മാത്രമായിരിക്കും. പിന്നെ അടുത്ത ഓണക്കോടിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഈ പണ്ട് നല്ലൊരു ശതമാനവും ഇല്ലായ്മ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ആളുകളാണ്. അവർക്ക് വർഷത്തിലൊരിക്കലായിരിക്കും ഈ കോടി എടുക്കുക എന്നുള്ളത്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഓണക്കോടി എന്ന് പറയുന്നത് ഓണക്കോടിക്കായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന വർഷത്തിലൊരിക്കൽ അപ്പോൾ മാത്രമായിരിക്കും ഒരു പക്ഷേ പുതിയ വസ്ത്രങ്ങൾ എടുക്കുക എന്നുള്ളത്. അപ്പം അതിനായിട്ട് ഇങ്ങനെ കാത്തിരിക്കണം. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് നമ്മൾ ഓണക്കോടി എന്ന് പറയുകയാണെങ്കിൽ കൂടി അതിൻ്റെ വ്യത്യാസം അവർ എന്ത് ഓണക്കോടി മാത്രമല്ല എനിക്ക് തോന്നുന്നു സദ്യ ആണെങ്കിൽ പോലും ആ ഒരു ഓണക്കാലത്തായിരിക്കും ഒരു പക്ഷേ സദ്യ എല്ലാ കറികളും എല്ലാ കൂട്ടാനും ഒക്കെ നമ്മൾ കഴിക്കുന്നതൊക്കെ ചിലപ്പോൾ ഓണക്കാലത്തായിരിക്കും. അതുകൊണ്ട് തന്നെ ഓണം എന്ന് പറയുമ്പോൾ ഭയങ്കരമായുള്ള സന്തോഷം. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. എപ്പോൾ വേണമെങ്കിലും സദ്യ കിട്ടും, നമ്മൾ എപ്പോഴാണെങ്കിലും വസ്ത്രങ്ങൾ എടുക്കും. അപ്പം അതൊരു പുതുമയൊന്നുമല്ല. അപ്പം ആ ഒരു സന്തോഷമൊക്കെ ആ പഴയ കാലത്തുള്ളത് കൊണ്ട് ഓണം നമുക്ക് വളരെ ഇല്ലായ്മയാണ് ശരിക്കും അന്നത്തെ ഓണത്തിനെ കണ്ടിരുന്നത്. ഇല്ലായ്മയിൽ നിന്നുള്ള ആ ഐശ്വര്യ സമൃദ്ധിയിലേക്കുള്ള ആ ഒരു ദിവസമാണെങ്കിലും മാവേലി മന്നനെ കാണിക്കാൻ ആ ഒരു ദിവസം ഞങ്ങളെല്ലാവരും പൂക്കളിട്ട് അതിസന്തുഷ്ടരായി ഇപ്പോഴും ഈ ലോകത്ത് ജീവിക്കുന്നു എന്ന് മാവേലി മന്നനെ കാണിക്കാനുള്ള ആ ഒരു ത്വര. ഒരുപക്ഷെ അതായിരിക്കും നമ്മുടെ ഡ്രസ്സുകളിൽ പോലും അല്ലേ വലിയ രീതി ഓണക്കോടി പണ്ട് ഈ പുളിയിലക്കരമുണ്ട് അങ്ങനെ തോർത്ത് ഈ അടിയാന്മാരൊക്കെ ആണെങ്കിൽ വലിയ നീളമുള്ള തോർത്ത് അങ്ങനെയൊക്കെയാണ് നൽകിയത്. ഇപ്പോൾ അതെല്ലാം മാറ്റി ഈ ഡ്രസ്സുകളെല്ലാം അല്ലെങ്കിൽ ഓണക്കോടികൾ അല്ലെങ്കിൽ ഓണക്കോടി എന്ന് പറഞ്ഞ് നമുക്കിഷ്ടമുള്ള വസ്ത്രങ്ങളെല്ലാം എപ്പോൾ വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. നമുക്കിഷ്ടമുള്ള സദ്യയാണെങ്കിലും എന്താണ് അതും എപ്പോഴും. അപ്പോൾ എല്ലാം നമ്മുടെ കയ്യെത്തും ദൂരത്ത് എപ്പോൾ വേണമെങ്കിലും കിട്ടുമെന്ന ഒരു സാഹചര്യത്തിൽ ഒരു കാലത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു നിറം മങ്ങലും ആ കാത്തിരുന്ന് കിട്ടുന്നതിൻ്റെ ആ സുഖം ഇല്ലാതെയാകുന്നതും എന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഓണക്കാലമാണ് സ്വപ്നയ്ക്ക് ഓണക്കാലം ആയതുകൊണ്ട് ചോദിക്കുകയാണ്. ഈ ഓണക്കാലം നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ എന്താണ് മിസ് ചെയ്യുന്നത്? ഏതൊരു മനുഷ്യനോട് ചോദിച്ചാലും പറയാനുള്ള അത് തന്നെയാണ്, നമ്മുടെ കുട്ടിക്കാലം തന്നെയാണ്. അതുപോലെ എന്തൊക്കെ പ്രശ്നം ഒരല്ലില്ലാതെ അതൊന്നും നമ്മൾ അറിയാതെ ആ ഓണാവധിക്ക് സ്കൂൾ കഴിഞ്ഞ് ആ ഓണാവധിക്ക് കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പോകാമല്ലോ എന്നുള്ള, പിന്നെ തിരിച്ച് ഈ ഓണാവധിയും പിന്നെ തിരിച്ച് പരീക്ഷയാണ്, അതിൻ്റെ ചൂടാണ്, അല്ലെങ്കിൽ സ്കൂളിലോട്ട് പോകണം, അതിൻ്റെ ചുറ്റുപാട്. പക്ഷേ ആ ഓണക്കാലം കൂട്ടുകാരൊത്ത് കളിക്കാൻ പോകും. ഞാൻ ശരിക്കും നഗരത്തിലാണ്, ഇവിടെ സിറ്റിയിലാണ് എൻ്റെ സ്കൂൾ കാലം എല്ലാം ഉണ്ടായത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ കഥകളിലും അല്ലെങ്കിൽ ചിത്രങ്ങളിലും ഒക്കെ കണ്ടിട്ടും പരിചയിച്ചിട്ടുമുള്ള അത് എൻ്റെ ഒരു സ്കൂൾ കാലം മുതൽ തന്നെ അതൊക്കെ മിസ്സിംഗ് ആണെന്ന് പറയുമ്പം ഒരുപാട് മാറ്റം ഇപ്പോൾ ഈ ഒരു തലമുറയിലേക്ക് എത്തി നിൽക്കുമ്പോൾ അതായത് ഇപ്പോഴത്തെ അച്ഛനും അമ്മയ്ക്കുമാണ് സമയമില്ലാത്ത. കുട്ടികൾ ഫ്രീ ആണെങ്കിൽ പോലും അച്ഛനും അമ്മയ്ക്കുമാണ് സമയമില്ലാത്തത്. കാരണം അവർ ജോലിക്ക് പോകുന്നവരാണ്. നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ഫ്രീ ആയിരുന്നു, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ കൂട്ടുകുടുംബം അല്ലെങ്കിൽ എല്ലാവരെയും കാണാനുള്ള ഒരു സമയമായിരുന്നു ഓണം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അച്ഛനും അമ്മയും തിരക്കാണ്, മക്കൾ തിരക്കാണ്, എല്ലാവരും തിരക്കാകുമ്പോൾ ആ ഓണക്കാലത്ത് നമ്മൾ എല്ലാവരെയും ഒത്തുകൂടുന്ന ആ ഒരു സമയമൊക്കെയാണ് നമുക്ക് ഓർമ്മകളായി മാത്രം മാറുന്നത്. തീർച്ചയായും അത് ഓർമ്മകളായി മാറാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് ഈ ഓണത്തിൻ്റെ നന്മയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ കേട്ടറിഞ്ഞു വന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ നമ്മുടെ തലമുറയെ, നമ്മുടെ കുഞ്ഞുങ്ങളെ കൃത്യമായി ഇങ്ങനെയായിരുന്നു ഓണം ആഘോഷിച്ച് അത് കൃത്യമായി പറഞ്ഞ് അതിൻ്റെ നിറങ്ങൾ ഇങ്ങനെയായിരുന്നു, ഈ ആഘോഷത്തിൻ്റെ നിറങ്ങൾ ഇങ്ങനെ, ഇതിൻ്റെ ചരിത്രം ഇങ്ങനെ, ഇതൊക്കെ കൃത്യമായി നമ്മൾ ആ സംസ്കാരത്തെ നമ്മുടെ അടുത്ത തലമുറയിലേക്ക് കൊണ്ടെത്തിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ ഈ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ആ ഓണത്തിൻ്റെ നിറം ഇനിയും മങ്ങി താഴോട്ട് തന്നെ പോയേക്കാമെന്ന്. അതായത് ഇങ്ങനെ ഒരു ഓണം ഉണ്ടായിരുന്നു എന്ന് ചിലപ്പം ചരിത്രങ്ങളിൽ മാത്രമായി മാറിയേക്കാം. കാരണം തലമുറകൾ മാറുന്നതിനനുസരിച്ച് ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെയായിരുന്നു ഓണം ആഘോഷിച്ചിരുന്നത് എന്ന ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാലം ഒരിക്കലും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓണമെന്നും പുതുതലമുറയായാലും പഴയ തലമുറയായാലും അത് ഓർമ്മകൾ തന്നെയാണ്. ഇനിയും നല്ല ഓർമ്മകളുമായും സന്തോഷം നിറഞ്ഞ ദിവസങ്ങളുമായും അങ്ങനെ പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. UN വാർഷിക സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തേക്കില്ല.
ഈ മാസം 23 മുതൽ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി യോഗം നടക്കുന്നത്. മോദിക്ക് പകരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാകും പങ്കെടുക്കുക. സെപ്റ്റംബർ 26 പ്രധാനമന്ത്രി ജനറൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ധാരണ. ഇന്ത്യ അമേരിക്ക ബന്ധം വഷളായ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി വിട്ടുനിൽക്കാനുള്ള സാധ്യത ഉടലെടുത്തത്. അമേരിക്കയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതകൾ നിലനിന്നിരുന്നു. അതിനിടെ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് തുടരുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. സാമ്പത്തികവും വാണിജ്യപരവുമായ കാര്യങ്ങൾ വിലയിരുത്തിയാണ് തീരുമാനവുമായി മുന്നോട്ട് പോകുന്നതെന്ന് ധനമന്ത്രി പറഞ്ഞു. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുന്നുണ്ട്. ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. കഴിഞ്ഞ ഒരാഴ്ചത്തെ വിപണി ഏത് രീതിയിലായിരുന്നു? കഴിഞ്ഞ 2 ആഴ്ച തുടർച്ചയായി ഉണ്ടായ നഷ്ടത്തിന് ശേഷം ഈ ഒരാഴ്ച വിപണിയിൽ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ഏതാണ്ട് 1.3% നേട്ടമാണ് മുൻനിര ഓഹരി സൂചികളിൽ ഉണ്ടായത്. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിപണിയിൽ കണ്ടിരുന്നത്. വിപണിയെ പ്രോത്സാഹിപ്പിക്കാനുണ്ടായിരുന്ന ഒരു ഘടകം GST കുറച്ചേക്കുമെന്നുള്ള തീരുമാനമാണ്. പ്രത്യേകിച്ചും ഓട്ടോ FMCG മേഖലയിലാണ് ഏറ്റവും നല്ല രീതിയിൽ ഒരു പ്രകടനത്തിന് കാരണമായത്. എന്നാൽ IT മേഖലയിൽ വലിയൊരു സമ്മർദ്ദത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു. IT ഓഹരികളിൽ ഈ ഒരു കഴിഞ്ഞ ആഴ്ചയും നഷ്ടത്തിലായിരുന്നു. മാത്രമല്ല വെള്ളിയാഴ്ച ഉണ്ടായ ഒരു ഊഹാപോഹത്തിൻ്റെ പേരിൽ പ്രത്യേകിച്ചും ഈ US-ൻ്റെ താരിഫ് ഇതുവരെ IT മേഖലയിൽ ഉണ്ടായിരുന്നില്ല. IT മേഖലയിലേക്ക് കൂടി താരിഫ് കൊണ്ടുവന്നേക്കുമെന്ന് ഉണ്ടായ ഒരു ഊഹാപോഹത്തിന് മുകളിൽ വലിയൊരു വിൽപ്പനയ്ക്ക് കാരണമായിരുന്നു. എന്നാൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയതോടെ അത് തിരിച്ചു കയറുകയും ചെയ്തിരുന്നു. എങ്കിൽ കൂടിയും IT മേഖലയിൽ ഒരു സമ്മർദ്ദം കഴിഞ്ഞ ആഴ്ച വിപണിയിൽ ഉണ്ടായിരുന്നു. വരുന്ന ആഴ്ചയിലും IT മേഖലയിൽ സമ്മർദ്ദം തുറന്നേക്കാൻ തന്നെയാണ് സാധ്യത. മറ്റ് ഘടകങ്ങളെല്ലാം അനുകൂലം തന്നെയാണ്. പ്രത്യേകിച്ചും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ, ചെറുകിട നിക്ഷേപകരും അനുകൂലമായി വിപണിയിൽ ഇടപെടുന്നു. എന്നാൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇപ്പോഴും വിപണിയിൽ വിൽപ്പന തുടരുക തന്നെയാണ്. ഈ വർഷം ഏതാണ്ട് 2 ലക്ഷത്തിന് മുകളിൽ വിൽപ്പന വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്നാൽ 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ശക്തമായ ഇടപെടലാണ് ഒരു പരിധിവരെ വിപണിയുടെ താഴോട്ടുള്ള നീക്കത്തെ പ്രതിരോധിക്കാൻ ആയത്. എന്തായാലും വരുന്ന ആഴ്ചയിലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കണം. സമ്മിശ്രമായ നീക്കങ്ങളായിരിക്കും വിപണിയിൽ പ്രതീക്ഷിക്കേണ്ടത്. പ്രത്യേകിച്ചും മുൻനിര സൂചികയായി നിഫ്റ്റി 24,700 എന്ന നിലവാരത്തിന് മുകളിൽ വ്യാപാരം അവസാനിപ്പിച്ചത് തന്നെ ഈ ഒരു നിലവാരത്തിൽ നിലനിൽക്കുമെന്നുള്ള തോന്നലുണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും വരുന്ന ആഴ്ചയിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കണം. ശരി, വളരെയധികം നന്ദി ശ്രീ കെ ദിലീപ്. ഇനി അമൃത TV നല്ലോണം കണ്ടോണം ലക്ഷങ്ങൾ കൊണ്ടോണം എന്ന സമ്മാന പദ്ധതിയിൽ തിരുവോണ ദിനത്തിലെ 1 ലക്ഷം രൂപ സമ്മാനം ലഭിച്ച മെഗാ വിജയി ആരാണെന്ന് നോക്കാം. എറണാകുളത്തു നിന്നുള്ള ബീന മോഹനാണ് മെഗാ വിജയി. മണിക്കൂറുകളുടെ ഇടവേളകളിൽ ചോദ്യങ്ങൾ ഉണ്ടാകും. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകുന്നവർക്കാണ് സമ്മാനം. സമ്മാനങ്ങൾ നൽകുന്നത് സ്വയംവര സിൽക്സും വണ്ടർലൈമാണ്. സമ്മാന പെരുമഴ നാളെയും കൂടി ഉണ്ടാകും. എന്തായാലും മെഗാ വിജയിയായ ബീന മോഹന് ഒരിക്കൽ കൂടി ആശംസകൾ. ബീനയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. ഹലോ. അഭിനന്ദനങ്ങൾ. അമൃത TVയുടെ 1 ലക്ഷം രൂപയാണ് ഈ ഓണാഘോഷത്തിന്റെ ഇടയിൽ സമ്മാനമായി ലഭിച്ചിട്ടുള്ളത്. എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. ഇങ്ങനെ സമ്മാനം 1 ലക്ഷം രൂപ മെഗാ സമ്മാനമായി സ്വന്തമാക്കുന്ന പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. ബീന എന്താ ചെയ്യുന്നത്? വീട്ടമ്മയാണ്. അപ്പോൾ 1 ലക്ഷം രൂപയാണ് ഈ തിരുവോണ ദിവസം. വലിയൊരു ആഘോഷ നിറവിലാണ് നമ്മൾ എല്ലാവരും. തിരുവോണ ആഘോഷിച്ച നിറവിലാണ്. ആ സമയത്താണ് ഈ സമയം 1 ലക്ഷം രൂപ അമൃത TVയിൽ നിന്ന് സമ്മാനമായി ലഭിച്ചിട്ടുള്ളത്. ആരൊക്കെയുണ്ട് വീട്ടില്? വീട്ടില് ഭർത്താവ്, 2 മക്കള്. അവരൊക്കെ എന്ത് ചെയ്യുന്നു? ചേട്ടൻ കർഷകനാണ്. മക്കള് ഒരാള് പഠിത്തം കഴിഞ്ഞു, ഒരാള് പഠിക്കുന്നു. അമൃത TV കാണാറുണ്ടോ? ഏത് പ്രോഗ്രാമുകളൊക്കെയാണ് കാണാറ്? വാർത്തകളൊക്കെ കാണാറുണ്ടോ? എങ്ങനെയാണ്? ന്യൂസ് കാണാറ്. ന്യൂസാണ് കൂടുതലും കാണാറ്. ലഹളങ്ങളൊന്നും ഇല്ലാത്ത ന്യൂസാണല്ലോ, അതുകൊണ്ട്. ഇന്ന് ഓണ ദിവസമായിരുന്നു. അപ്പൊ ആ ആഘോഷങ്ങൾക്കിടയിലും അമൃത TV കാണാൻ സമയം കണ്ടെത്തി എന്നുള്ളത് വലിയ കാര്യം. ഈ 1 ലക്ഷം രൂപ കൊണ്ട് എന്ത് ചെയ്യാനാണ് പ്ലാൻ? ഓണത്തിന് കിട്ടിയൊരു വലിയ സമ്മാനല്ലേ? ഞാനൊരു പശുവിനെ മേടിക്കാനാണ് തീരുമാനിച്ചേക്കുന്നത്. കേട്ടില്ല. ഒരു പശുവിനെ മേടിക്കാനാണ് തീരുമാനിച്ചേക്കുന്നത്. ഓ, വലിയ കാര്യം. വീട്ടില് പശു ഉണ്ടോ? വേറെ അങ്ങനത്തെ ക്ഷീര കർഷക അങ്ങനെയൊക്കെയാണോ? 2 കിടാക്കളേ ഉള്ളൂ. ഒരു പശുവിനോടെ വേണം. വലിയ സന്തോഷം. എന്തായാലും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഓണാശംസകളും ഒപ്പം നേരുന്നു. വീട്ടിൽ ഇപ്പോ മക്കളൊക്കെ കൂടെ ഉണ്ടോ? കൂടെ ഉണ്ട്. എന്തായാലും നാളെ തന്നെ അമൃത TVയുടെ ടീം അംഗങ്ങൾ ബീനയുടെ വീട്ടിലേക്ക് എത്തും. ഈ സമ്മാനം നാളെ തന്നെ 1 ലക്ഷം രൂപ ഞങ്ങൾ കൈമാറുന്നതായിരിക്കും. സന്തോഷം. താങ്ക് യു.
കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഫൈനലിൽ രണ്ടാം സെമി ഫൈനൽ മത്സരത്തിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് 15 റൺസിന് തോൽപ്പിച്ചു. ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ കൊല്ലം സെയിലേഴ്സാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ എതിരാളികൾ. തൃശൂർ ടൈറ്റൻസിനെ 10 വിക്കറ്റിന് തകർത്താണ് കൊല്ലം ഫൈനലിൽ എത്തിയത്. നൊവാക് ജോക്കോവിച്ചിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ച കാർലോസ് അൽക്കാരസ് US ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ. തുടക്കം മുതൽ മുന്നിട്ട് നിന്ന അൽക്കാരസ് 48 മിനിറ്റിൽ ആദ്യ സെറ്റ് സ്വന്തമാക്കി. ആദ്യ 3 ഗെയിമുകൾ സ്വന്തമാക്കി. രണ്ടാം സെറ്റിൽ മികച്ച തിരിച്ചുവരവാണ് ജോക്കോവിച്ച് നടത്തിയത്. എന്നാൽ ശക്തമായി തിരിച്ചടിച്ച അൽക്കാരസ് തുടർന്നുള്ള 3 ഗെയിമുകൾ സ്വന്തമാക്കി ഒപ്പമെത്തി. ടൈ ബ്രേക്കറിൽ 4-7 എന്ന നിലയിൽ സെറ്റ് അൽക്കാരസ് നേടി. 2-നെതിരെ 6 ഗെയിമുകൾക്ക് സെറ്റ് സ്വന്തമാക്കിയ അൽക്കാരസ് ഫൈനലും ഉറപ്പിച്ചു. നിലവിലെ ചാമ്പ്യൻ യാനിക് സിന്നറും കാനഡയുടെ ഫെലിക്സ് ഓഷിയെ അലിയാസിനും തമ്മിലുള്ള രണ്ടാം സെമി ഫൈനലിലെ വിജയിയെ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ അൽക്കാരസ് നേരിടും. ഈ റിപ്പോർട്ടോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.